അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല ആളുകളും ഖുർആൻ പഠിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ, പ്രത്യേകിച്ച് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അനിവാര്യമായ നിർബന്ധമായ ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ, അത് പഠിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ പല ആളുകളും ഖുർആനിനെ മലയാളത്തിൽ എഴുതുന്നവരുണ്ട്. ഇങ്ങനെ ഖുർആനിനെ മലയാളത്തിൽ എഴുതൽ അനുവദനീയമാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖുർആനിൻ്റെ ചില ഏടുകളിലടക്കം കാണാറുണ്ട് ഖുർആനിൻ്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് അതിൻ്റെ അതേ വാക്ക് മലയാളത്തിൽ അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് എഴുതിയത് എന്ന് അറബി അറിയാത്ത ഒരാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ മലയാളത്തിൽ എഴുതിയത് കാണാം. അതുപോലെ തന്നെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവരാണ്. അതിലൂടെയൊക്കെ നമ്മൾ ഖുർആനിൻ്റെ വാക്കുകൾ എഴുതി വിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആനിനെ ഖുർആനാണെന്ന ഉദ്ദേശത്തോടുകൂടെ അനറബിയിൽ എഴുതൽ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് തീർത്തും ഹറാമാണ്, ശിക്ഷയുള്ള കാര്യമാണ് എന്ന് ചുരുക്കം. അപ്പോൾ പഠിക്കാൻ വേണ്ടിയാണെങ്കിലും അല്ലെങ്കിലും മലയാളത്തിൽ അല്ലെങ്കിൽ അറബി അല്ലാത്ത ഭാഷയിൽ എഴുതൽ അനുവദനീയമല്ല. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മുൻകാലത്ത് ഫാരിസി ഭാഷയിൽ എഴുതിയിരുന്നല്ലോ എന്നൊരു ചർച്ച ഫുഖഹാക്കൾ പണ്ഡിതന്മാർ നടത്തുന്നുണ്ട്. അവിടെ പറയുന്നത് അത് എഴുതിയത് ഫാരിസി ഭാഷയിൽ എഴുതിയത് തീർത്തും ഖുർആനിൻ്റെ തഫ്സീറാണ്, വിശദീകരണമാണ് എന്നുള്ളതാണ്. ഖുർആനിൻ്റെ തഫ്സീർ അത് മലയാളത്തിലായാലും അറബിയിൽ അല്ലാത്ത ഏത് ഭാഷയിൽ ആയാലും കുഴപ്പമില്ല. ഖുർആനിൻ്റെ ആ ലഫ്ലുകൾ, ആ വചനങ്ങൾ, ആയത്തുകൾ അങ്ങനെ തന്നെ മലയാളത്തിലേക്ക് എഴുതൽ ഒരിക്കലും പാടില്ലാത്തതാണ്, ഹറാമാണ്. ഇവിടെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അയക്കുന്ന അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, അതുപോലെ തന്നെ മറ്റു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതൊക്കെ മലയാളത്തിൽ എഴുതുമ്പോൾ അത് ഖുർആനാണെന്ന ഉദ്ദേശത്തോടു കൂടെ എഴുതാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും കൊണ്ടുവരാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും വിഷമങ്ങൾ അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ നീ നീക്കണേ റഹ്മാനെ. ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെയും ജീവിതം ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഗുഡ്നസ് പാത്തിൻ്റെ നല്ലവരായ ശ്രോതാക്കൾ, അവർക്കൊക്കെ നീ വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ വസ്വാസ് കൊണ്ട് വലയുന്നവർ, ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ വിഷമങ്ങളിൽ നിന്ന് പൂർണ്ണ മോചനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. വസ്വാസിൽ നിന്ന് പൂർണ്ണ മോചനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ യാ അർഹമർ റഹീമീൻ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രത്യേകം ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.